നമ്മൾ ഈ വേനൽക്കാലം മഴക്കാലം വ്യത്യാസമില്ലാതെ കേരളത്തിന്റെ മലയോര മേഖലയിൽ നിന്ന് പ്രധാനമായും കേൾക്കുന്ന വാർത്തകളിൽ ഒന്ന് വന്യജീവി ശല്യവുമായി ബന്ധപ്പെട്ടതാണ്. അതിനിപ്പോൾ കാലഭേദ വ്യത്യാസമില്ല, സമയ വ്യത്യാസമില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. യഥാർത്ഥത്തിൽ നമ്മൾ പലരും അത് കേൾക്കുമ്പോൾ ഒരു വാർത്തയായി മാത്രം കേട്ടുപോകുന്നതാണ്. പക്ഷേ ആ മനുഷ്യരുടെ ദുരിതം അത് അനുഭവിച്ചറിയേണ്ടത് തന്നെയാണ്. മറ്റാർക്കും അത് ഉണ്ടാവാതിരിക്കട്ടെ എന്നുള്ളത് തന്നെയാണ് ആ ഭാഗത്തുള്ള ആളുകൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. നമ്മൾ അത്തരമൊരു വാർത്തയിലേക്ക് പോകുന്നു. ഇടുക്കിയിലേക്കാണ്. ഇടുക്കി വണ്ടിപ്പെരിയാറിലെ രാജമുടിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകൾ ഏക്കർ കണക്കിന് കൃഷിയാണ് നശിപ്പിച്ചത്. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി പീരുമേട്, പരുന്തുംപാറ, പട്ടുമല മേഖലയിൽ കാട്ടാനക്കൂട്ടം കൃഷികൾ നശിപ്പിക്കുന്നത് വ്യാപകമാണ്. കൃഷിക്കും ജീവനും ഭീഷണിയാകുന്ന കാട്ടാനകളെ തുരത്താൻ അടിയന്തര നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വണ്ടിപ്പെരിയാർ രാജമുടി ഉന്നതിയിലാണ് കാട്ടാനക്കൂട്ടമെത്തി കൃഷി നശിപ്പിച്ചത്. 3 ആനകൾ ഉണ്ടായിരുന്നതായി നാട്ടുകാർ പറയുന്നു. രാത്രി ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന പ്രദേശത്തെ 3ഓളം കർഷകരുടെ ഏലം, കാപ്പി, വാഴ, പ്ലാവ് തുടങ്ങിയ കൃഷിയിടങ്ങൾ പൂർണ്ണമായി നശിപ്പിച്ചു. 40-50 വർഷം ആச்சு நான் இங்கே வந்து கிருஷி உண்டாக்கி. പിന്നെ ഇതുപോലെ ഒരു സംഭവം നടന്നതേ ഇല്ല. குரங்கு சல்லியம் தான் பயங்கர சல்லியமா இருந்துச்சு. ஆனா இப்ப வந்துட்டு இந்த இலக்காட்டெல்லாம் ரொம்ப நாசம் இருக்கும். ரொம்ப കഷ്ടപ്പാടാ ഇருக்கு. 12 വാർഡ് കല്ലാറിൽ കോളനിയിലും അതോടൊപ്പമുള്ള ഓട്ടപ്പാലം പ്രദേശങ്ങളെല്ലാം ഈ മേഖലയിൽ ആനയിൽ വന്നിട്ട് നമ്മുടെ പ്രദേശമെല്ലാം കൃഷിയും വാഴയും തെങ്ങുമെല്ലാം നശിപ്പിക്കുന്നത് ഭീതിയോടെയാണ് ആളുകൾ കിടന്നുറങ്ങുന്നത്. മുമ്പെങ്ങുമില്ലാത്ത ഭീതിയിലാണ് രാജമുടി നിവാസികൾ. കാട്ടാനശല്യം രൂക്ഷമായതോടെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർക്ക് പലപ്പോഴും യാത്ര ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ആനയെ കണ്ടു കഴിഞ്ഞ് ഞങ്ങളെ വിളിക്കുക. അന്നേരം ഞങ്ങൾ വരാന്ന് പറഞ്ഞിട്ട് റോഡിൽ തന്നെ നിന്നിട്ട് കാട് പോലും കയറി കണ്ടില്ല. കാണാതെ അവർ അങ്ങനെ റോഡ് വഴിയെ തന്നെ ആ വണ്ടി എടുത്തോണ്ട് പോയി. ഇപ്പൊ പിന്നെ രാത്രി ഇപ്പൊ ആന വന്ന് ഇപ്പൊ പറമ്പിൽ കയറിയെന്ന് വെച്ച് ഇപ്പൊ വീട്ടിനകത്ത് കയറിയപ്പോ ഇത്ര 10-60 കുടുംബം താമസിക്കുന്നിടത്ത് വീട്ടിൽ കയറിയപ്പോ എന്നാ ചെയ്യാൻ പറ്റും നമുക്ക്? പാർട്ടിക്കാരായാലും ശരി, ഇത് പഞ്ചായത്തുകാരായാലും ശരി, ആരും വന്ന് ഇവിടെ ഒന്നും ശ്രദ്ധിക്കത്തില്ല, നോക്കത്തില്ല. വരാന്ന് പറയും, വരത്തില്ല. വഴിയാണെങ്കിലും ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വണ്ടി വരത്തില്ല. ഒരു സീരിയസ് ആയി ഒരു മനുഷ്യൻ മരിക്കുവാൻ വന്നപ്പോ ഒന്നെന്ന് വെച്ചാൽ ഇവിടെ വണ്ടിയില്ല. പ്രദേശവാസികൾ വനം വകുപ്പിനെ വിവരമറിയിച്ചിട്ടുണ്ട്. ഗ്രാമ്പി, കൊക്ക ഭാഗത്തു നിന്നാണ് കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിലേക്ക് സ്ഥിരമായി ഇറങ്ങുന്നത്. ഇവിടങ്ങളിൽ വൈദ്യുതി സോളാർ വേലികളോ മറ്റ് സംവിധാനങ്ങളോ ഇല്ലാത്തതാണ് ആനകൾ ഇറങ്ങാൻ കാരണം. ജനങ്ങളുടെ ജീവന് ഭീഷണിയാകുന്ന കാട്ടാനകളെ വനത്തിലേക്ക് തുരത്താൻ അടിയന്തര നടപടികൾ ഉണ്ടാകണമെന്ന് പ്രദേശവാസികൾ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നു. ന്യൂസ് മലയാളം, ഇടുക്കി.